വിപണിയിലെ മാത്രമല്ല തിരക്ക്, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലുമെല്ലാം വൻ ഭക്തജന തിരക്കാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ വലിയ തിരക്കാണോ? നാളെ എപ്പോഴാണ് വിഷുക്കണി ദർശനം ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത്? സന്ധ്യ നാളെ 3 മണി വരെ, പുലർച്ചെ 3 മണി മുതൽ 4:30 വരെയാണ് വിഷുക്കണി ദർശനമുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന പോലെ തന്നെ ക്ഷേത്രം ദീപാലങ്കൃതമാണ്. ദീപപ്രവയാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും നിരവധി ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. നാളെ എന്തായാലും വലിയ തിരക്ക് ക്ഷേത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കേരളത്തിന് ആഭ്യന്തര വിനോദസഞ്ചാരികളെയും ഒക്കെ ക്ഷേത്രം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം ഈ വിഷു ആഘോഷങ്ങൾ മുൻപ് മലയാളികളുടേത് മാത്രമായി ഒതുങ്ങിയിരുന്നതാണെങ്കിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നിരവധി ആളുകൾ അത് കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷുക്കണി എങ്ങനെയിരിക്കും, എന്താണ് അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടി നിരവധി ആളുകൾ കൂടി എത്തുന്നുണ്ട്. നമ്മൾ കുറേ ആളുകളോട് സംസാരിച്ചിരുന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് രാജസ്ഥാനിൽ നിന്നുള്ള നിരവധി ആളുകളൊക്കെ എത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെ തിരക്ക് പോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പല വിഷ്ണു ക്ഷേത്രങ്ങളിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വിഷുക്കണി ദർശനം, അവിടെയും ഒരുപാട് ഭക്തജനങ്ങൾ എത്തുകയാണ്. നാളെ പുലർച്ചെയും ക്ഷേത്രത്തിൽ വലിയ തിരക്ക് തന്നെയായിരിക്കും. ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.